പ്രിയമുള്ള സഹോദരിമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പാപങ്ങൾ പൊറുപ്പിച്ചാലോ എങ്ങനെ ഇരിക്കും? ഒരു വെടിക്ക് രണ്ട് പക്ഷി. നമ്മുടെ വിശപ്പും മാറും, നമ്മുടെ തെറ്റുകളും പൊറുക്കപ്പെടും. അതെങ്ങനെയാ? അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 2 ദുആ ഞാൻ പറഞ്ഞു തരാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ടാകും, അല്ലെങ്കിൽ അറിയാവുന്നതായിരിക്കും, പക്ഷെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. 2 ദുആ, 2 ലക്ഷത്തോളം തെറ്റുകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ദുആ പറഞ്ഞാൽ 2 ലക്ഷം വീതം പാപങ്ങൾ പൊറുക്കപ്പെട്ട് നമ്മൾ പാപങ്ങളേ ഇല്ലാത്തവരായി മാറും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു 10 മര്യാദകൾ പഠിക്കാം. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പറയേണ്ട പ്രത്യേകമായ 2 ദുആ, അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു സൂറത്തും. ഈ സൂറത്ത് ഓതിയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കില്ല എന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട കേട്ടോ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഇഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് സലാമത്തായ നല്ല മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതം സന്തോഷം, അല്ലെ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന എത്രയോ ഭാഗ്യവാന്മാർ, അവരിലെല്ലാം അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അപ്പോൾ പലരും നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, ഉസ്താദിന്റെ വീഡിയോക്ക് താഴെ ഞാനൊരു ദുആ വസിയത്ത് എഴുതി അയച്ചിരുന്നു, ഉസ്താദ് കണ്ടിരുന്നോ ചോദിക്കും. നമുക്കിപ്പോൾ ഇന്ന ആളാണ് ആ ദുആ വസിയത്ത് എഴുതി വിട്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഒരുപാട് കമന്റുകൾ ഉണ്ടാവും, അതിൽ ആരാണ് എഴുതിയതെന്നും നമുക്കൊന്ന് പിടികിട്ടൂല. ഇനി അഥവാ തന്നെ അറിയാവുന്ന ആളാണെങ്കിൽ തന്നെ നമ്മുടെ ഈ യൂട്യൂബിലെ നമ്മുടെ പേര്, നമ്മുടെ ID പല പേരിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ പേര് അർഷദ്, അല്ലെ? അർഷദ് എന്ന ID ആയിരിക്കില്ല എനിക്ക്, ചിലപ്പോൾ വേറെ എൻ്റെ മകൻ്റെ പേരാവാം. ഞാൻ ആ യൂട്യൂബിൻ്റെ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എന്താണോ പേര് ഇട്ടത് അതൊക്കെ ആയിരിക്കും വരിക. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വിഷമാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടിരുന്നു, അതായത് ഒരുപാട് കമന്റുകൾ ഉണ്ട്, അതിൽ ഒരു കമന്റായി കണ്ടിരുന്നു എന്ന ഒരു വാക്കിലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോകൾക്ക് താഴെ നമ്മൾ കമന്റ് ഇടുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ കമന്റുകൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ആളുകൾക്കും അതിൻ്റെതായ രൂപത്തിൽ മറുപടി കൊടുക്കാനുള്ള പ്രയാസം കൊണ്ട് മൊത്തത്തിൽ നമ്മൾ എല്ലാ കാര്യവും പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ദുആ ചെയ്യും. അല്ലാഹു തആല നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ വലിയ ഖൈറും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്, അല്ലേ? ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇന്ന് രാവിലെ കഴിക്കുന്നു, ഇന്ന് ഉച്ചക്ക് കഴിക്കുന്നു, അതുപോലെ തന്നെ രാത്രി കഴിക്കുന്നു. അല്ലാഹു തആല ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്, അല്ലേ? ഇപ്പോൾ ഗസയിലും ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? അല്ലാഹുവേ, അവർക്കൊക്കെ അവിടെ ഉമ്മമാരൊക്കെ കുഴഞ്ഞു വീഴുന്നു, മക്കളൊക്കെ പെട്ടെന്ന് മരിച്ചു വീഴുന്നു, എല്ലും തോലുമായിട്ട്. ഫലസ്തീനിലെ ഒരു പിതാവ് എഴുതിയ ഒരു കുറിപ്പിതാണ്, എൻ്റെ മകനിക്ക് ഒരുപാട് വിശപ്പുണ്ട്, കഴിക്കാനൊന്നുമില്ല, പക്ഷെ അവൻ്റെ ശരീരം മുഴുവനും വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ എന്താ വേദനിക്കാനുള്ള കാരണം? ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഈ എല്ലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ എല്ല്, വാരിയെല്ലോ, നമ്മുടെ കൈൻ്റെ ഒക്കെ എല്ല്, ആ എല്ല് തൊലിയിൽ കുത്തിക്കയറുകയാണെന്ന്. തൊലിയിൽ കുത്തിക്കയറുന്ന തരത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത. എന്താ പറയുക, നമ്മളൊക്കെ വിചാരിക്കും എന്താണ് അവർക്ക് ഭക്ഷണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ ഭക്ഷണം കിട്ടാൻ എന്താ ഇത്ര പ്രയാസം എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ ചുറ്റുപാടും അവരെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു അണുമണി പോലും ഭക്ഷണം അവർക്ക് ചെല്ലുന്നില്ല. അപ്പൊ ഞാനും നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, അല്ലേ? നമ്മുടെ ഈ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ എത്രയോ നമുക്ക് കഴിക്കാനുണ്ട്, അല്ലെ? സാധാ ചോറും മീൻകറിയൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലാഹു തആല ഭക്ഷണത്തിൽ വിശാലത കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഭക്ഷണം അമിതമായി നമ്മൾ കഴിക്കാൻ നിൽക്കണ്ട. അത് നമ്മുടെ ശരീരത്തിനും കേടാണ്, നമ്മുടെ മനസ്സിനും കേടാണ്. ഭക്ഷണം തീരെ കഴിക്കാതിരിക്കരുത്, ഭക്ഷണം നല്ലപോലെ കഴിക്കുക. ഹലാലായ ഭക്ഷണം നല്ലതുപോലെ കഴിക്കുക. നല്ലപോലെ എന്ന് പറഞ്ഞാൽ വയറൊന്നും നിറച്ചിങ്ങനെ കഴിക്കുന്നില്ല, ആ ഒരു അളവുണ്ടല്ലോ അതിൽ കഴിക്കുക. പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്,
നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? ഈ മുസ്ലിമീങ്ങളായ എനിക്കും നിങ്ങൾക്കും ഒക്കെ അള്ളാഹു താല നൽകിയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, എന്ത് കാര്യം ചെയ്താലും അതിൽ നമുക്ക് ഒരു പ്രതിഫലം നേടാൻ പറ്റും. അതിൽ നമുക്കൊരു പ്രതിഫലം. ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഒരു മോതിരം, ഇതെനിക്കൊരാൾ ഹദിയയായിട്ട് തന്നതാണ്. ഇതൊരാൾ ഒരു ഹദിയ, ഒരു സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോ ഇത് ഞാൻ ധരിക്കുന്ന സമയത്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്. നബിതങ്ങൾ മോതിരം ധരിച്ചിരുന്നു, അതുകൊണ്ട് ഞാനും നബിതങ്ങളുടെ ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ഞാനും മോതിരം ധരിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടാണ് ഈ മോതിരം ധരിക്കുന്നതെങ്കിൽ എനിക്ക് ആ സുന്നത്ത് കിട്ടും. നബിതങ്ങൾ ധരിച്ച അതൊരു സുന്നത്താണ്, നബിതങ്ങളുടെ ചര്യയാണ്. അതുകൊണ്ട് ഞാനും അത് ധരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ഞാൻ ധരിച്ചാൽ എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്തുണ്ടെന്നാണ്. ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം എന്തിനാണ്? എനിക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യം ഉണ്ടാവേണ്ടത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് നല്ലപോലെ ഇബാദത്ത് എടുക്കണം, അല്ലേ? എനിക്ക് നല്ല നിസ്കാരത്തിന് ആരോഗ്യം ഉണ്ടാവണം, നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന നെയ്യത്തോടു കൂടി വേണം ഭക്ഷണം കഴിക്കാനെന്നാണ്. കല്യാണം, നിക്കാഹ്, അല്ലെ? കല്യാണം കഴിക്കൂലേ? കല്യാണത്തിന് ഒരു നെയ്യത്തുണ്ടെന്നാണ്. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ നിസ്കാരത്തിൽ മാത്രം നെയ്യത്തുണ്ട് എന്ന് മാത്രം വിചാരിച്ചവരാണ്, അല്ലെ? നിസ്കാരത്തിന് മാത്രമല്ല നെയ്യത്ത്, അതുപോലെ നോമ്പ് പിടിക്കുമ്പോൾ മാത്രമല്ല നെയ്യത്ത്, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നെയ്യത്ത് വേണമെന്നാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ നെയ്യത്തുണ്ട്. എന്താണ്? അള്ളാഹുവെ ഈ കാലുകളെ, നെയ്യത്താണ്, അതൊരു ദുആയാണ്. അള്ളാഹു എൻ്റെ ഈ കാലുകളെ നീ സിറാത്ത് പാലത്തിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. അങ്ങനെ നമ്മൾ നെയ്യത്ത് വെക്കണം. വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവെ ഇതുപോലെ എനിക്ക് ആവോളം ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവെ ഇത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഇബാദത്തുകൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ, അതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു നിയ്യത്താണ്. നിക്കാഹിന്റെ സമയത്ത് നിയ്യത്തുണ്ട്, 3 നിയ്യത്ത്. ഒന്ന്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്, അതൊരു നിയ്യത്താണ്. നിക്കാഹിന്റെ സമയത്ത് ആണും പെണ്ണും, പുതിയാപ്പളയും പുതിയ പെണ്ണും മനസ്സിൽ കരുതണമെന്നാണ്. അള്ളാഹുവെ ഞങ്ങളുടെ ഈ നിക്കാഹ്, അത് 3 നിയ്യത്താണ്. ഒന്നാമത്തേത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. രണ്ടാമത്തേത്, ഈ നിക്കാഹിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവണം, ഖൈറായ മക്കൾ ഉണ്ടാവണം, അതൊരു നിയ്യത്താണ്. മക്കൾ തരുന്നതും തരാതിരിക്കുന്നതൊക്കെ പടച്ചോൻ, പക്ഷെ ആ ഒരു നിയ്യത്ത് ആ സമയത്ത് വേണം. മൂന്നാമത്തേത്, ഈ ഒരു കുടുംബജീവിതം എനിക്ക് സ്വർഗത്തിലും കിട്ടണം, ഇതാണ് 3ാമത്തെ നിയ്യത്ത്. അപ്പോൾ ഈ 3 നിയ്യത്തും പുതിയാപ്പിളയും പുതിയ പെണ്ണും മനസ്സിൽ കരുതണമെന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിൽ അത് ഇപ്പോഴേ ശ്രദ്ധിക്കുക. ഇപ്പോഴേ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിച്ച് 3-4 മക്കളൊക്കെ ആയി കാണും, എന്നാലും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വെക്കുക. പറഞ്ഞു വന്നത്, വിശുദ്ധ ഇസ്ലാമിൽ ഏത് നല്ല കാര്യം ചെയ്താലും അതൊക്കെ ഇബാദത്താണ്. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഇബാദത്താക്കി നമുക്ക് മാറ്റണം. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരുപാട് മര്യാദകളുണ്ട്, അതൊക്കെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ്, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ ഭക്ഷണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര സുന്നത്തുണ്ടെന്നറിയോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഉള്ള സുന്നത്ത് കേട്ടോ. 1, ഇരുന്ന് കുടിക്കുക. 2, വലത് കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ചിട്ട് കുടിക്കുക. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വലത്തെ കൈയിൽ ചോറായതുകൊണ്ട് ഇടത് കൈ കൊണ്ട് ചിലപ്പോൾ വെള്ളം കുടിക്കാറുണ്ട്, അരുത്. ചിലപ്പോൾ ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ താങ്ങി കുടിക്കാറുമുണ്ട്, അല്ലേ? അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ ഭക്ഷണം ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉറിഞ്ചുക, വായിൽ വെച്ച് ഇങ്ങനെ ഉറിഞ്ചിട്ട് ആ വലത് കൈ കൊണ്ട് തന്നെ ഗ്ലാസ് പിടിച്ച് കുടിക്കലാണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ആവൂലേ? അത് കഴുകിയാൽ പോവില്ലേ? തീർന്നു. ഗ്ലാസ്സിൽ നമ്മൾ പിടിക്കുമ്പോൾ ഗ്ലാസ്സിലാവൂലേ? ആയിക്കോട്ടെ, അത് കഴുകിയാൽ തീരൂലേ? കഴുകിയാൽ പോവില്ലേ? അത്രേ ഉള്ളൂ. സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യരുത്. സുന്നത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വലത് കൈ കൊണ്ട് പിടിക്കലാണ് നല്ലത്. പിന്നെ മറ്റൊന്ന്, ആരോഗ്യകരമായ പാനീയമായിരിക്കണം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് കേടാകുന്ന പാനീയം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പാനീയവും കുടിക്കാൻ പാടില്ല. അതുപോലെ ബിസ്മി പറഞ്ഞിട്ട് കുടിക്കുക, സാവകാശം കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ 3 ഇറുക്കായി കുടിക്കുക. അതുപോലെ തന്നെ കളകളാന്നും പറഞ്ഞ ഒറ്റടിക്ക് കുടിക്കരുത്. പിന്നെയോ ഗ്ലാസ്സിൽ നമ്മൾ നോക്കി കുടിക്കൽ പ്രത്യേകം സുന്നത്താണ്. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. ഗ്ലാസ് നമ്മളെപ്പോഴും കമിഴ്ത്തി വെക്കുക, പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെക്കലാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ നമുക്ക് വെള്ളം എടുത്ത് തന്നു, ഭാര്യ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു, അല്ലെങ്കിൽ കടക്കാരൻ, നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും കടക്കാരൻ വെള്ളം തരൂലേ, അപ്പോൾ ആ തന്നവർക്ക് ജസാക്കുമുല്ലാ എന്ന് നന്ദി വാക്ക് പറയൽ പ്രത്യേകം നല്ലതാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു 10 നന്മ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം ഇബാദത്താണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നബിതങ്ങൾ സുന്നത്താകുന്ന ഈ മോതിരം ധരിക്കൽ, അത് ഞാൻ എത്ര കാലം ധരിക്കുന്നു അത്രകാലം എനിക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ഞാൻ ഈ മോതിരം ധരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് എന്ന് ഞാൻ കരുതിയിരുന്നു. ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിപൂർണ്ണ, ബിസ്മില്ലാ എന്ന് മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മൊത്തത്തിൽ പറയലാണ് പ്രത്യേകമായി സുന്നത്ത്.
പിന്നെ ബിസ്മി പറഞ്ഞ് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. എന്ത് പറയണം? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, നിനക്കാകുന്നു സർവ്വ നന്ദിയും, നിനക്കാകുന്നു സർവ്വ ശുക്റുകളും, നിനക്കാണ് അല്ലാഹ് എന്നുള്ള വാക്കാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പ എന്ത് പറയാ? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും, അല്ലെങ്കിൽ ഉമ്മ കഴിക്കുന്നു, ഉമ്മ ഉറക്കെ പറയുക. അപ്പൊ കുട്ടികളും ഭർത്താവും കൂടി പറയും. അങ്ങനെ ആരെങ്കിലും ഒരാൾ അതൊന്ന് ഏറ്റെടുത്തിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പിന്നെ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ഒരുപാട് നേട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ദുആ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ എന്നാണ്. അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് എത്ര തെറ്റുകൾ ചെയ്തു അല്ലേ? എത്ര തെറ്റാ? 1 കോടിയാണോ? 2 കോടിയാണ്. എത്രയോ തെറ്റുകൾ ചെയ്തു. ലക്ഷക്കണക്കിന് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടു. അപ്പോൾ ലക്ഷക്കണക്കിന് തെറ്റുകൾ അല്ലാഹു തആല പൊറുത്തു തരുമെന്നാണ്. ഏത് ദുആയാണ് പറയേണ്ടത്? ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒരു ദുആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പറയേണ്ട ദുആകളിൽ ഒന്നാമത്തെ ദുആ ഏതാണ്? നമ്മൾ സാധാരണ അൽഹംദുലില്ലാ എന്ന് പറയും. അതുകൂടാതെ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അല്ലാഹുവേ, നിനക്കാകുന്നു സർവ്വസ്തുതിയും, നീ എനിക്ക് ഭക്ഷണം തന്നു അല്ലേ? എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. അതുപോലെ തന്നെ നീ എനിക്ക് റിസ്ക് അല്ലേ? നീ എനിക്ക് റിസ്ക് വിശാലമാക്കി തന്നു. അല്ലാഹുവേ, ഇതൊന്നും എൻ്റെ കഴിവല്ല, എനിക്കൊരു കഴിവുണ്ടായിട്ടൊന്നുമല്ല, നിന്റെ കഴിവ് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടുന്നത് എന്ന് ഏകദേശം അർത്ഥം വരുന്നു ഈ ദുആ. അപ്പോൾ പറയാൻ മറക്കണ്ട, പഠിക്കാൻ മറക്കണ്ട. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇതൊരു ദുആ. രണ്ടാമത്തെ മറ്റൊരു ദുആ ഇതും പഠിച്ചു വെക്കുക. ഏതാണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഒന്നുകൂടി, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽ പെടുത്തിയ, എനിക്ക് വസ്ത്രം തന്ന, എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന, എനിക്ക് ഭക്ഷണം തന്ന അല്ലാഹുവേ, നിനക്കാകുന്നു സർവ്വസ്തുതിയും. അപ്പോൾ ഈ 2 ദുആ എൻ്റെ മുഅ്മിനീങ്ങളെ മറന്നു പോവാതെ പറയുക, നമ്മൾ പറയുക, അത് കേട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. അപ്പോൾ ഒരുപാട് പ്രതിഫലം ഉണ്ടെന്നാണ് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, നമ്മൾ ഈ ഭക്ഷണത്തിന് ശേഷം ഈ ദുആ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്നാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് ഓതൽ നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ആ സൂറത്തുൽ ഖുറൈശ് നമ്മളിപ്പോൾ ഒരു നല്ല ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ നല്ലൊരു സദ്യ കഴിച്ചു, നല്ലൊരു ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഈ സൂറത്ത് ഓതിയാൽ നമ്മൾ ആ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഒരു സൂറത്തിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് സൂറത്തുൽ ഖുറൈശ് ഓതുക. പിന്നെ ഉമ്മമാരൊക്കെ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭക്ഷണം തികയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവാതെ അള്ളാഹു കാക്കുമെന്നൊക്കെ നമുക്ക് ഈ സൂറത്തിന്റെ മഹത്വത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള 2 ദുആ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇതൊക്കെ ഞങ്ങൾ അറിയാം ഉസ്താദെ, പക്ഷെ അറിയാം എത്ര പേര് ചെയ്യുന്നു, അവിടെയാണ് പ്രശ്നം. എല്ലാ കാര്യവും നമുക്കറിയാം, ഇതൊക്കെ ഞങ്ങൾ പഠിച്ച് മദ്രസയിൽ പഠിച്ചതാണ്, അവിടെ പഠിച്ചത്, ഇവിടെ പഠിച്ചത്, ഓൺലൈൻ വേറൊരു ഉസ്താദ് പറയുന്നത് കേട്ടിരുന്നു, ഇതൊക്കെ നമ്മൾ പറയും, പക്ഷേ ഇത് എത്ര പേര് ചെയ്യുന്നു? അതാണ് നമുക്ക് വെറുതെ കേട്ടുപോവലല്ല. ഇപ്പോൾ ഈ ദുആ 2 ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കേട്ട് പഠിച്ചു, നാളെ മുതൽ നിങ്ങൾ അമൽ ചെയ്താൽ, നാളെ മുതൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തില്ലേ, അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുക. അല്ലാതെ ഇത് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നിത്യമാക്കി കൊണ്ടുവന്നാൽ അവിടെയാണ് നമുക്ക് വലിയ പ്രതിഫലം കിട്ടുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയോ മിതത്വം പാലിക്കുക, ഭക്ഷണം നല്ല ചവച്ചരച്ച് കഴിക്കുക. പിന്നെയോ ഭക്ഷണത്തിന്റെ അടുത്ത് നിന്ന് കഴിക്കുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ല കഴിക്കേണ്ടത്, അടുത്ത് നിന്നെടുത്ത് കഴിക്കുക. അങ്ങനെ ഒരുപാട് മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതിനുശേഷം മുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, എന്നാലും ഈ ദുആ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പലരും കുടിവെള്ളമില്ലാതെ പല സ്ഥലത്തും പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവെ പടച്ചവനെ, എല്ലാവർക്കും നീ ഖൈറായ നല്ല വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്.
വെള്ളമില്ലാതെ വരുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസീയത്ത് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, പ്രതിസന്ധിയിലായിട്ടുണ്ടോ, അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും കൊടുക്കട്ടെ. എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു തല മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.